അതില് ഏറ്റവും ഉജ്ജ്വലമായിട്ട് പ്രകടനമായിരുന്നു വില്ലൻ റോളില് കാഴ്ചവെച്ചത്. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ഡീപ്പായിട്ടൊരു വില്ലനിലേക്ക് ഒരു യാത്ര നടത്താത്ത എന്തുകൊണ്ടായിരിക്കും? ഈ നമ്മുടെ ലുക്കിന് ഒരുപാട് ചേഞ്ചസ് വരുമല്ലോ. എൻ്റെ തോന്നലാണ്, ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ആക്ടർ പറഞ്ഞാണ്, ഒരുപക്ഷെ 2012 സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴായിരിക്കും സൈജുവിന്റെ മുഖത്തിന് കോമഡി ചെയ്യാൻ പറ്റിയൊരു ഫേസ് ആയി പാകപ്പെട്ടത്. അതുകൊണ്ടായിരിക്കും ട്രിവാൻഡ്രം ലോഡ്ജിൽ അത് കിട്ടുകയും അത് സക്സസ്ഫുൾ ആയത്. അപ്പൊ അത് പറഞ്ഞ പോലെ ചിലപ്പോൾ അതിനുശേഷം ഒരു റൈറ്ററിനോ ഡയറക്ടറിനോ എന്നെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിൽ പ്ലേസ് ചെയ്താൽ അത് ഓക്കെ ആയിരിക്കും തോന്നി കാണില്ല. അന്നേരം ഇപ്പം ഹലോ ബാബ കല്യാണി മുല്ല, ഇതിലെ മുല്ലാണ് ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് 2 സീനിൽ അത് നെഗറ്റീവ് ക്യാരക്ടറാണ്. പിന്നെ അങ്ങനെ ഒരു ഭീകര നെഗറ്റീവ് എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടാത്തത് കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഒരുപക്ഷെ ആ സമയമൊക്കെ ആയിരിക്കും എൻ്റെ കറക്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാം. ഇപ്പം നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയൊരു ഫേസ് അങ്ങനെ പ്രത്യേകിച്ച് ഫേസ് ഒന്നും ഇല്ലല്ലോ. സുന്ദരന്മാർക്കും ചെയ്യാം, സുന്ദരന്മാരല്ലാത്തവർക്കും ചെയ്യാം. അബു ആക്ച്വലി നെഗറ്റീവ് അല്ലല്ലോ, അബു കുറച്ച് ഓമനത്തുള്ള ഒരു ക്യാരക്ടർ അല്ലേ, അങ്ങനെ തോന്നുന്നു. അതെ അതെ അതെ. നേരത്തെ തിയേറ്ററിൽ ഇറങ്ങിയ പടങ്ങൾ പിന്നീട് തിയേറ്ററിൽ വർക്കാകാതെ പിന്നീട് OTT-ൽ വർക്കായ കുറെ സിനിമകൾ ഇപ്പം നിലവിൽ കുറെ നാളുകളായിട്ട് ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്നു. തിയേറ്ററിൽ വർക്കാതെ പിന്നീട് OTT-ൽ വർക്കാകാതെ. ഇപ്പം ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഇന്നലത്തെ കേരളത്തിലെ ബുക്കിംഗ് നിരക്ക്, തിയേറ്ററിലെ ബുക്കിംഗ് നിരക്ക് നോക്കുമ്പോൾ ഓൾറെഡി റിലീസായ പടങ്ങളെക്കാട്ടിലും കൂടുതൽ റീ റിലീസായ ചോട്ടാ മുംബൈ എന്ന സിനിമയ്ക്കാണ് കളക്ഷൻ കൂടി വന്നിരിക്കുന്നത്. അതായത് പുതിയ സിനിമ ഉണ്ടായിട്ടും അത് കാണാതെ ഓൾറെഡി കണ്ട സിനിമകൾ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് കാണാൻ പോകും. അപ്പൊ ഈ പ്രേക്ഷകരുടെ ഒരു ആസ്വാദന രീതിക്കുണ്ടായ ഈ ഒരു മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ആസ്വാദന രീതി എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ പടമില്ലാതെ ഞാൻ ഉറപ്പായിട്ടും ചോട്ടാ മുംബൈക്ക് പോകും. ചോട്ടാ മുംബൈ ഞാൻ ഓൾറെഡി കണ്ട പടമാണ്, എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണത്. അപ്പൊ ഉറപ്പായിട്ടും ഇന്നിപ്പോ പുതിയ കളർ ഗ്രേഡിങ്ങിലും പുതിയ സൗണ്ട് എഫക്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്നും അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. അപ്പം ഫസ്റ്റ് ചോയ്സ് എപ്പോഴും അതായിരിക്കും. ഇന്നിപ്പോ എന്റെ സിനിമ റിലീസ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കാണാൻ വേണ്ടി പോയത്. അതർവൈസ് അത് ബട്ട് നാച്ചുറൽ അല്ലേ. നമ്മള് പണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടം, അതും ലാലേട്ടന്റെ പോലത്തെ ഒരു ലെജൻഡിന്റെ പടം വരുമ്പോഴത്തേക്കും ഓൾറെഡി ഹിറ്റായ എത്രയോ നാളുകൂടിയ പടം അത് വീണ്ടും നമുക്കൊരു പുതിയ രൂപത്തിൽ വരുമ്പോൾ ആ പുതിയ രൂപത്തിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നും കൂടെ അറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി നമുക്കൊരു ഇത് കാണില്ല. അപ്പം അത് അങ്ങനെയാണത്, അത് നാച്ചുറലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമകൾ തിയേറ്ററിൽ വർക്കാതെ പോകുന്നുണ്ട്. അപ്പം ഓഡിയൻസിന് ഓൾറെഡി ഇപ്പൊ ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഏത് സിനിമ പോയി കാണണം, അല്ലെങ്കിൽ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമ. ഓഡിയൻസിന് ആക്ച്വലി കൺഫ്യൂഷൻ ഒന്നുമില്ല. അവര് ഓൾറെഡി തീരുമാനം എടുത്ത് കാണും ഏത് സിനിമ കാണേണ്ടത് കണ്ടെത്തുന്നു. ഓഡിയൻസ് ആർ നോട്ട് കൺഫ്യൂസ്ഡ്. നമ്മൾ ഒരു പാക്കേജ് ആയിട്ട് എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അതിൽ ഡിപ്പെൻഡ് ചെയ്യും. മൗത്ത് പബ്ലിസിറ്റിയിൽ ഇപ്പം നമ്മുടെ ടൂറിസ്റ്റ് ഹോം പോലത്തെ പടങ്ങൾ ആദ്യം കളക്ഷൻ ഇല്ലായിരുന്നു, പിന്നെ അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അത് വളരെ റെയറായിട്ട് ഇപ്പം സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചില സിനിമകളൊക്കെ ആയിട്ടുണ്ട്, ഒരാഴ്ച വരെ ആളില്ലായിരുന്നു, പിന്നെ ഉടനെ പിന്നെ പെട്ടെന്ന് അങ്ങ് കയറി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലാസ്മേറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ദിവസം അത്രയും തിരക്കില്ലായിരുന്നു, പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര ഹിറ്റായി. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പം എൻ്റെ ഓർമ്മയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനുള്ളൊരു സ്പേസ് ഇല്ല. ആ സ്പേസ് ആണ്, അതായത് ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഹിറ്റാകുന്ന അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കളക്ഷൻ വരുന്നൊരു സ്പേസിലേക്കാണ് ഇപ്പോൾ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ അവിടെ കൂടുതലും OTT, ബിക്കോസ് നമ്മുടെ സമയം അനുസരിച്ച് അത് കാണാം. സോ